ഒരു ആവേശത്തിൽ ചാടിക്കേറി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിലൊന്നുമല്ല, നേരിട്ട് നിൽക്കുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് പോറ്റി നിയമപരത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോകുന്നതിനപ്പുറം തീർച്ചയായും അത് ഒഴിവാക്കണം. കാരണം പോറ്റിയെ സംബന്ധിച്ചിടത്തോളം പോറ്റിക്ക് ചുറ്റും വലിയ വൻ സ്രാവുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ പോറ്റി നിയമസഹായമൊക്കെ ഉറപ്പാക്കി അതിൻ്റെ ആശയവിനിമയം ഈ അഭിഭാഷകരുമായിട്ടൊക്കെ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തിരിക്കണം. ഇതിന് മുന്നോടിയായി തന്നെ ഈ നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രശാന്ത്, കൽപേഷ്, നാഗേഷ്, പിന്നീട് പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസ്, അങ്ങനെ ഒരുപാട് രീതിയിലേക്ക് ഈ അന്വേഷണത്തെ കൊണ്ടുപോകേണ്ടതുണ്ട്, അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് നൽകുന്ന ഓരോ മൊഴികളും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേന്ദ്രീകരിച്ച് സൂക്ഷ്മ പരിശോധനകൾ നടത്തണം. പിന്നീട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കണക്റ്റിംഗ് എവിഡൻസ്, പോറ്റി പോയത് എവിടേക്കാണോ, ഈ പാളിയുമായി എവിടേക്കാണോ സഞ്ചരിച്ചത്, ആ സഞ്ചാരപഥങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യ മണിക്കൂറുകളാണ്, ആദ്യ ദിവസമാണ്. അപ്പോൾ ആ ചോദ്യം ചെയ്യലിൻ്റെ ഓരോ ചോദ്യത്തിൻ്റെയും പ്രസക്തി, ആ ഗൃഹപാഠം നടത്തിയുള്ള ഒരു ചോദ്യം തയ്യാറാക്കൽ, ചോദ്യാവലി തയ്യാറാക്കൽ, ഇതൊക്കെ കൃത്യമായി ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ടോ അന്വേഷണ സംഘം? കൈപ്പള്ളി പറഞ്ഞ രണ്ട് പേരുകൾ, ഒന്ന് നാഗേഷിന്റെ കാര്യമാണെങ്കിലും കൽപേഷിന്റെ കാര്യങ്ങളും. ഈ കൽപേഷിന്റെ പേര് ഈ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്, പക്ഷേ ഹൈക്കോടതിയുടെ ഉത്തരവിൽ അത് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലിനപ്പുറത്തേക്കുള്ള ഒരു അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. ആ തെളിവുകൾ അല്ലെങ്കിൽ ഇതിനോടകം പുറത്തു വന്ന വിവരങ്ങൾ കോർത്തിണക്കുക എന്നതിനപ്പുറത്തേക്ക് അതിലെ തെളിവുകൾ ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്തനംതിട്ടയിൽ AR ക്യാമ്പിൽ ആണോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ വരുന്നു. ഒന്നിനും ഒരു സ്ഥിരീകരണമില്ല. കാരണം SIT പ്രത്യേക ഓഫീസ് തുറന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെയെല്ലാം തന്നെ പത്തനംതിട്ടയിൽ നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ അവിടെ തിരക്കുമ്പോൾ അവിടെ എവിടെയാണ് ഓഫീസ് തുറന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം വലിയ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നുണ്ട്. അതിന് കാരണം ഒരു പക്ഷേ ഈ റാന്നി കേന്ദ്രീകരിച്ചൊക്കെ ആണെങ്കിൽ പത്തനംതിട്ടയിൽ ഇതിന്റെ ക്യാമ്പ് ഓഫീസ്, മോണിറ്ററിംഗ് ഓഫീസ്, അപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പരിശോധനകളൊക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാണ്. അപ്പോൾ അന്വേഷണ സംഘം അവിടെ കേന്ദ്രീകരിച്ച് ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുക, അങ്ങനെ ആയിരിക്കുമോ തീരുമാനിച്ചിരിക്കുന്നത്? കാരണം ഓരോ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കോടതിയെ ധരിപ്പിക്കേണ്ടതെല്ലാം തന്നെ റാന്നി കോടതിയിലാണ്. അപ്പോൾ ആ ജൂറിസ്ഡിക്ഷൻ അതായതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള ഇത്തരം ഇൻട്രോഗേഷൻ നടപടികളെല്ലാം നടക്കുന്നത് കൂടുതലും പത്തനംതിട്ട കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു കൃത്യമായി അങ്ങനെ തന്നെ വേണമെന്നുമില്ല. കാരണം ഇതിന് ഒരു അതീവ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുള്ള കേസായതുകൊണ്ട്. മാത്രമല്ല ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസ് വർഷങ്ങൾക്ക് ശേഷമാണ്, ഈ കടത്ത് നടന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസ് ഈ അന്വേഷണത്തിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ തെളിവുകൾ ശേഖരണം, മാത്രമല്ല ഇതിൽ ഏതെങ്കിലും അവശേഷിക്കുന്ന തെളിവുകൾ നശിപ്പിക്കുന്ന അടക്കമുള്ള സാധ്യതകളെല്ലാം അടച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാനും സാധിക്കൂ. അപ്പോൾ ആ ജാഗ്രത പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ രഹസ്യ കേന്ദ്രത്തിൽ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കസ്റ്റഡിയിലെടുത്തു എന്ന് നമുക്ക് ഉറപ്പിക്കാനാവില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട പലരും ഇപ്പോഴും പലരെയും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ മുരാരി ബാബു ആണെങ്കിലും, പിന്നെ രണ്ടാം പ്രതി മുരാരി ബാബു, ജയശ്രീ, KS ബൈജു, RG രാധാകൃഷ്ണൻ, D സുധീഷ് കുമാർ, VS രാജേന്ദ്ര പ്രസാദ്, ഇങ്ങനെ 10 പ്രതികളുണ്ട്. ഈ 10 പ്രതികളിൽ ഈ 10 പേരെയും ഒരുമിച്ച് കിട്ടണമെന്നില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കൊള്ള നടത്തുന്നതിന് വേണ്ടിയുള്ള, പക്ഷേ പ്രശാന്ത്, ഇവരെയൊക്കെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണല്ലോ. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ പല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പ്രൊസീജിയറലായിട്ടുള്ള ചില വീഴ്ചകൾ വരുത്തിയവരുണ്ട്. അപ്പോൾ ഈ 10 പേരെയും ഒരുമിച്ച് വേണമെന്നുമില്ല. പക്ഷേ ഏറ്റവും നിർണായകമായ 19-ലാണെങ്കിലും 2025-ലാണെങ്കിലും ഇതിൽ ഒരു കോമൺ ഫാക്ടറായി വരുന്ന അല്ലെങ്കിൽ ഒരുപോലെ വരുന്നത് ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിൻ്റെയും പങ്ക് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പലരും പല കാലഘട്ടത്തിൽ പലരുമായിരുന്നു. അപ്പോൾ അങ്ങനെയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ എന്നൊരു വിഷയം ഇതിൽ വരുന്നില്ല. പക്ഷേ മുരാരി ബാബുമായിട്ടുള്ള കണക്ഷൻ നോക്കുമ്പോൾ മുരാരി ബാബുമായിട്ട് ഒരുമിച്ചിരുത്തി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ മുരാരി ബാബുവും. പ്രജീഷ്, ഈ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ എന്ന ഘട്ടത്തിലേക്ക് ഇവരെല്ലാവരെയും ഒറ്റയ്ക്കിരുത്തി അന്വേഷണ സംഘത്തിന് അവർ പറയുന്ന വാദങ്ങൾ അല്ല, അവർ പറയുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന വിവരങ്ങൾ ഒരുപോലെയാണോ, അതിൽ പൊരുത്തക്കേടുണ്ടോ എന്ന കാര്യം ആദ്യം ശേഖരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രത്യേക ചോദ്യം ചെയ്യൽ എന്തായാലും ആദ്യഘട്ടത്തിൽ നടക്കും. അതിൻ്റെ ഭാഗമായാണ് അതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണോ മുരാരി ബാബുവും മറ്റു ഉദ്യോഗസ്ഥരും പറയുന്നത്. ഇനിയിപ്പോൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച ശേഷം അവിടെ നടന്ന കാര്യങ്ങൾ, അത്
സന്നിധാനത്ത് നിന്ന് ശരി സ്വർണ്ണപ്പാളി പ്രശാന്ത്, ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് അടിക്കടിക്ക് നൽകാൻ കഴിയും. കാരണം ഇതിൽ സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കൂടിയുണ്ട്. കാരണം കോടതിയുടെ മോണിറ്ററിംഗ് ഉണ്ട്. അപ്പോൾ വിശദാംശങ്ങൾ പുറത്തേക്ക് വിടാൻ അന്വേഷണ സംഘം തയ്യാറായേക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.